ക്രിസ്തീയ സഭകളിൽ തന്നെ ശ്രേഷ്ഠരായി അംഗീകരിക്കപ്പെടുന്ന പല വ്യക്തികളുണ്ട്. രക്ഷയ്ക്ക് നമുക്ക് നൽകി തരുന്ന സന്ദേശം ഇതാണ്: ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠൻ. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഒറ്റ കണ്ണി മാത്രമേ ഉള്ളൂ. ആ കണ്ണി നസ്രായനായ യേശു ക്രിസ്തുവാണ്. അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. അവൻ അഹരോന്യ പൗരോഹിത്യത്തിൽപ്പെട്ട കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നത്, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമായതാണ് ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന നമ്മൾ അംഗീകരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത്. എന്നാൽ ഈ തിരുവെഴുത്ത് വിവിധ വ്യക്തികൾ വിവിധ സാംസ്കാരിക പശ്ചാത്തലത്തിൽ പ്പെടുവാനിടയായി തീർന്നത്. നോക്കൂ, ആദാം മുതൽ മോശ വരെ 2500 വർഷ കാലയളവുണ്ട്. ആ കാലയളവിൽ വിവിധ പ്രവാചകന്മാരിൽ കൂടെ അബ്രഹാമിനെ ഒരു പ്രവാചകനായി വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശ ഒരു പ്രവാചകനാണ്. അവരിൽ കൂടെ എല്ലാം ദൈവം സംസാരിക്കുവാനിടയായി തീർന്നു. മോശ മുതൽ മലാഖി വരെയുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടം 1100 വർഷങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ദൈവാത്മാവ് പ്രവാചകന്മാരിൽ കൂടെ സംസാരിക്കുവാനിടയായി തീർന്നു. പിന്നീട് 400 വർഷം മലാഖി പ്രവാചകന്റെ പ്രവചന കാലം മുതൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ പ്രത്യക്ഷത വരെയുള്ള നമ്മുടെ കർത്താവ് ആ ദീർഘമായ മൗനത്തെ ഭഞ്ജിച്ചുകൊണ്ട് ഭൂലോകത്തിൽ ജനിക്കുവാൻ ഇടയായി തീർന്നു. ആ സമയത്താണ് നമുക്ക് എന്ത് ലഭ്യമായത്? പൂർണ്ണമായ വെളിപ്പാട് ലഭ്യമായത്. അതിനു മുമ്പുള്ള ഈ 3600 വർഷ കാലയളവിൽ ലഭ്യമായ അരുളപ്പാടുകളെല്ലാം എങ്ങനെയുള്ള അരുളപ്പാടായിരുന്നു? ഭാഗികമായ അരുളപ്പാടുകൾ മാത്രമായിരുന്നു. അന്ന് നമുക്കിതിന്റെ പൂർണ്ണമായ വെളിപ്പാട് ആവശ്യമായ സന്ദേശങ്ങൾ നൽകുവാനിടയായി തീർന്നു. എന്നാൽ നമുക്ക് ലഭ്യമാകേണ്ട പൂർണ്ണമായ സന്ദേശം ലഭ്യമായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കാലത്തികവിങ്കൽ സ്ത്രീയുടെ സന്തതിയായി നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അവതരിച്ചപ്പോഴാണ്. ഹല്ലേലൂയ. അതിനുശേഷം നമുക്ക് വേദപുസ്തകത്തിന്റെ അല്ലെങ്കിൽ ദൈവിക നിർണയത്തിന്റെ പൂർണ്ണമായ വെളിപ്പാട് ലഭ്യമായിരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നോക്കൂ, ഇത് ആദ്യം ആർക്കാണ് വെളിപ്പെട്ടു വന്നത്? നമുക്കൊന്ന് നോക്കാം. റോമാലേഖനം 3-ാം ഭാഗമായിരുന്നു ഇസ്രായേൽ. യഹൂദ ജാതിക്ക് വേണ്ടിയാണ് ദൈവം ആദ്യം തന്റെ വെളിപ്പാടുകൾ നൽകിയത്. അപ്പോൾ ഈ വെളിപ്പാടുകളെല്ലാം ആദ്യം ലഭ്യമായത് ആർക്കാണ്? യഹൂദന്മാർക്ക് വേണ്ടിയാണ്. പഴയ നിയമത്തെ മാത്രം ആധാരമാക്കി ഉള്ളവർ ഒരു കാര്യം ഓർത്തോണം, ഈ പഴയ നിയമം ആർക്ക് വേണ്ടി എഴുതിയതാണ്? പ്രധാനമായിട്ടും യഹൂദന്മാർക്ക് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. യഹൂദന്മാർക്ക് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്ന ആ തിരുവെഴുത്ത് നിന്റേതാകുന്നത് എപ്പോഴാണെന്നറിയാമോ? വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ജാതിയായിരുന്ന നിന്നെ തന്റെ രക്തം കൊണ്ട് ആ പിതാവിനോട് ബന്ധിപ്പിച്ചപ്പോഴാണ്. അതാണ് നമുക്ക് ലഭ്യമായ പൂർണ്ണമായ വെളിപ്പാട്. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച സ്നേഹം യഹൂദന്മാർക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. ഈ പ്രമാണം അവർക്കാണ്, അവരുടെ പിതാക്കന്മാർക്കാണ് ഇത് നൽകപ്പെടുവാനിടയായി തീർന്നത്. 2 പത്രോസ് 1:21 ഒന്ന് വായിക്കാം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്. നോക്കൂ, അപ്പോൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ തിരസ്കരിക്കേണ്ടതല്ല. കാരണം എന്തുകൊണ്ട് വന്നതല്ല? മനുഷ്യന്റെ ഇച്ഛയാൽ, മനുഷ്യന്റെ താല്പര്യത്താൽ വന്നതല്ല. അത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവീക നിയോഗത്താൽ ദൈവാത്മാവ് പ്രാപിച്ച പ്രിയപ്പെട്ടവരാൽ വിരചിതമായിട്ടുള്ളതാണ്. അത് നമുക്ക് വേണ്ടി കൂടെ ഉള്ളതാണ്. എന്നാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തത് പുത്രൻ മുഖാന്തരം, പുത്രന് വേണ്ടി, പുത്രനിൽ കൂടെ. ഇപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയന്മാരും അവന്റെ ദാസന്മാരെ പിടിച്ചു. ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെ മുമ്പിലത്തെ അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയ ഒരാളുമായിട്ട്
ഇടപാട് തീർക്കുന്നതിന് വേണ്ടി യജമാനൻ പലരെ മുൻകാലങ്ങളിൽ പറഞ്ഞയക്കുവാനിടയായി തീർന്നു. നമ്മുടെ കർത്താവ് വരുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്മാരെ പലരെയും ദൈവം പറഞ്ഞയച്ചു. അപ്പോൾ അവരെങ്ങനെയായിരിക്കുന്നു എന്നുള്ള അവരുടെ കണക്ക് കാലങ്ങളിൽ അവൻ പറഞ്ഞയച്ച പ്രവാചകന്മാരെ എല്ലാം ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ കൊന്നുകളയുവാനിടയായി തീർന്നു. ഓരോരുത്തരെയും ഓരോ വിധത്തിൽ അവർ നശിപ്പിക്കുകയും പീഡിപ്പിക്കുകയും. അവൻ വരുന്ന സമയത്ത് ഇവരെന്താ പറഞ്ഞത്? ഇവൻ ആരാണ്? ഇവൻ യഥാർത്ഥ അവകാശിയും ഉടമയുമാണ്, അതുകൊണ്ട് നമ്മൾ ഇവനെ കൊന്നുകളയുക. നോക്കൂ, ഓരോ പ്രവാചകന്മാർക്കും അതേ അനുഭവമാണ് വന്നത്. എന്നാൽ പ്രവാചകന്മാരിൽ വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് ജാതികളായ നമുക്ക് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ കഴിഞ്ഞു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നാൽ ഈ പ്രവാചകന്മാരിലെല്ലാം ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് എബ്രായ ലേഖനകാരൻ ആ 1-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് 1-2 കാര്യങ്ങൾ കൂടെ അവിടെ ഒന്ന് ചിന്തിക്കാം. എന്തുകൊണ്ട് യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്? നോക്കൂ, പ്രവാചകനും പുത്രനും തമ്മിലുള്ള വ്യത്യാസം. പ്രവാചകന്മാർ പലരായിരുന്നു, എത്രയോ പ്രവാചകന്മാർ പഴയ നിയമത്തിൽ അവതരിക്കുവാനിടയായി തീർന്നു. അവർ പലരായിരുന്നു. എന്നാൽ പുത്രൻ ആരേ ഉള്ളൂ? ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് യേശു ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ. ലോകത്ത് ഒരു ശക്തിക്കും നമ്മെ രക്ഷിക്കുവാൻ സാധ്യമല്ല. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ സഹോദരൻ ശവക്കുഴി കാണാതെ അവന് വേണ്ടി മറുവില കൊടുക്കുവാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ തന്നെ വേദപുസ്തകം വിളിച്ചു പറയുകയും എനിക്ക് വേണ്ടിയുമായിരുന്നു. ആ യാഗം നിനക്ക് വേണ്ടിയായിരുന്നു എന്ന് നീ അംഗീകരിക്കുമ്പോഴാണ് ദൈവവുമായി നിനക്ക് നിരപ്പുണ്ടാകുന്നത്. പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ എല്ലാം ശ്രേഷ്ഠനാണ് എന്റെ കർത്താവ്. കാരണം പഴയ നിയമ പ്രവാചകന്മാർ പലരായിരുന്നു, പുത്രൻ ഒരാൾ മാത്രമേ ഉള്ളൂ. പ്രവാചകന്മാരെല്ലാം ദാസന്മാരായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് കൊടുത്തതനുസരിച്ച് പ്രവചിക്കുന്നവരായിരുന്നെങ്കിൽ പുത്രൻ ആരാണ്? അവൻ സകലത്തിനും അധികാരിയും. അവനെല്ലാം ഒരിക്കലും മാറ്റപ്പെടുന്നവനല്ല. അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനമുള്ളവനല്ല. ഹല്ലേലൂയ. നോക്കൂ, മറുരൂപമലയിൽ പത്രോസിനും ശേഷം ശിഷ്യന്മാർക്കും പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ടു. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടു. വലിയ ദൈവിക തേജസ് അവർ കാണുവാനിടയായി തീർന്നു. എന്നാൽ അവർ ഉണർന്നെഴുന്നേറ്റ് നോക്കിയാറെ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ലോകത്തിലുള്ള എല്ലാ പ്രവാചകന്മാരും മാറ്റപ്പെടും. ലോകത്തുള്ള എല്ലാ ശ്രേഷ്ഠരായ ആളുകളും മാറ്റപ്പെടും. മാറ്റമില്ലാത്തവനായ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആരാണ്? നസ്രായനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പ്രവാചകന്മാർ താൽക്കാലികമായി പ്രത്യക്ഷപ്പെട്ടവരാണ്. യേശു നിത്യനാണ്. പ്രവാചകനുമാകുന്നു ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. പുത്രൻ വേറൊരാളിനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നില്ല. അവൻ വിളിച്ചു പറഞ്ഞു. ആരാണ്? കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ ഇതുവരെ നിങ്ങൾക്ക് വെളിപ്പെടാതിരുന്ന കാണിച്ചെങ്കിൽ നസ്രായനായ യേശു വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്ന ആ വാഗ്ദത്ത മശിഹ ഞാൻ തന്നെയാണ്. സുഖാർ എന്ന ആ കിണറിന്റെ സമീപത്ത്, യാക്കോബ് കുഴിച്ച ആ കിണറിന്റെ സമീപത്ത് നിന്ന ശമരിയക്കാരി സ്ത്രീയുമായ പ്രത്യേകത എന്താ? അവൻ വചനം തന്നെ ആയിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മെ ആഗ്രഹിച്ചോ? ആ വചനം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ കഴിഞ്ഞകാല പ്രവചനങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ? ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാല പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ ചിലരുടെ വിചാരം മറിയയുടെ സന്തതിയായിട്ടാണ് നമ്മുടെ കർത്താവ് ജനിച്ചതെന്നാ. ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. മറിയെ ചില ആളുകൾ ദൈവമാതാവെന്നാണ് വിളിക്കുന്നത്. ദൈവത്തിന് മാതാവില്ല. അവൻ ആരംഭവുമില്ല, അവൻ അവസാനവുമില്ലാത്ത മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട. നോക്കൂ, അതുകൊണ്ടാണ് ഒരു വാക്യം കൂടെ വായിക്കുക. എബ്രായ ലേഖനം 11:39 ഒന്ന് വായിച്ച്. നോക്കൂ, അവരാരും പഴയ നിയമ വിശുദ്ധന്മാരാരും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്താ കാര്യമെന്നറിയാമോ? അത് ചുമക്കുക മാത്രമല്ല,
അത് കാണുവാനുള്ള ഭാഗ്യവും അവർക്ക് ലഭ്യമായി ആ ചുമന്ന വ്യക്തിക്ക്. പുതിയ നിയമ വിശുദ്ധന്മാരായ നമുക്ക് ലഭ്യമായിരിക്കുന്ന അനുഗ്രഹം ഇതാണ്. എന്താ കാര്യം എന്നറിയാമോ? പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം മശിഹയെ കാത്തിരുന്നു, മശിഹയെ കുറിച്ച് പ്രവചിച്ചു, മശിഹയെ കുറിച്ചുള്ള വചനങ്ങൾ അവർ പ്രഖ്യാപിച്ചു. എന്നാൽ മശിഹയെ കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പുതിയ നിയമ വിശുദ്ധന്മാരായ നമ്മൾ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ മാത്രമല്ല, ആ വാക്യം വായിച്ചു കേൾക്കുന്നവർ മാത്രമല്ല, സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വസിച്ചതിനെ കുറിച്ച് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. പഴയ നിയമത്തെ പല ഭാഗങ്ങളിലും ദൈവിക തേജസ്സിന്റെ പ്രത്യക്ഷത ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർക്ക് കാണുവാൻ കഴിയുന്നത് നമുക്ക് തിരുവെഴുത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ തേജസ് സീനായി പർവ്വതത്തിൽ ആവസിച്ചു. യഹോവയുടെ തേജസ് സീനായി പർവ്വതത്തിൽ കണ്ട മോശയുടെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? ഒന്ന് വായിച്ച പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. നിന്റെ തേജസ് ചെയ്തു. നോക്കൂ, ദൈവത്തിന്റെ തേജസ്. മോശയ്ക്ക് തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ലോകത്ത് മറ്റൊന്നുമല്ല, മറിച്ച് എന്താണ്? എനിക്ക് നിന്റെ തേജസ്, പ്രഭ. നമ്മുടെ കർത്താവ് അവന്റെ തേജസ്സിന്റെ പ്രഭ. സൂര്യനെ ആർക്കും പ്രഭ കൂടാതെ കാണുവാൻ സാധ്യമല്ല. സൂര്യനെ, ദൈവത്തെ നമുക്ക് കാണണമെങ്കിൽ ആ ദൈവിക തേജസ്സിന്റെ പ്രഭയാണ് ആര്? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. അവരെ കൂടാതെ നമുക്കത് കാണുവാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ മോശ ദൈവത്തിന്റെ തേജസ് കാണുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്ര ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി ഏത് കാണാതിരിക്കാൻ? ലോകത്തിന്റെ തേജസ്സായിരിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം ഹൃദയങ്ങളിൽ പ്രകാശിക്കാതിരിക്കുവാൻ. അപ്പൊ ക്രിസ്തുവിന്റെ തേജസ്, ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ അനുഭവം എന്താണെന്ന് തിരുവെഴുത്ത് പറയുന്നത്? അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന്. യേശുക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. തനതായ വെളിപ്പാടാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ നമുക്ക് ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കർത്താവ് ദൂതന്മാരെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഹൃദയത്തിലെ അന്ധകാരം ഇറങ്ങിപ്പോകട്ടെ. ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നവർക്ക് ഇന്ന് രാവിലെ സമയം തേജസ്സിന്റെ പ്രഭയായിരിക്കുന്ന എന്റെ യേശുവിനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാവിലെ സമയം അവൻ ഈ തോട്ടത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്.